നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ് ക്ലിക്സ്. സാധാരണയായിട്ട് നമ്മുടെ റൂമിലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാം പെട്ടിയിലാക്കുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്. എന്നാൽ ഈ പ്രാവശ്യം ക്യാപ്റ്റനായിട്ട് സ്ഥാനക്കയറ്റം കിട്ടിയ അതുകൊണ്ടാണ് ഞാനിപ്പം ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. ചീഫ് ഹൗസൻ റൂമിൽ നിന്ന് സാധനങ്ങളായിട്ട് ക്യാപ്റ്റൻ്റെ റൂമിലേക്ക് മാറുകയാണ്. എന്നാൽ തിരക്ക് കാരണം കുറേ സമയത്തിന് ശേഷമാണ് ഞാൻ റൂമിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കപ്പലിലെ ഓരോ ക്യാബിന് പുറത്തും ഏത് റാങ്ക് ആണെന്നും അവരുടെ എമർജൻസി ഡ്യൂട്ടീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ക്യാപ്റ്റൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് ഒരു ഓഫീസ് റൂമാണ്. ഇതിന് ഡേ റൂമെന്നും വിളിക്കാം. നമുക്ക് ഒരു സൈഡിലായിട്ട് 2 സോഫയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ജനലിൻ്റെ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ പോർട്ട് ഹോൾ എന്ന് പറയും. അതിൻ്റെ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കപ്പലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ടി വി തന്നിട്ടുണ്ട്. ഇപ്പോൾ ടി വിയൊക്കെ നമ്മുടെ വെതർ മോശമാകുമ്പം മറിഞ്ഞു വീഴാതിരിക്കാൻ ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട് ബൾക്കഡുമായിട്ട്. അതുപോലെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം, അതിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. റിമോട്ടൊക്കെയാണ്. ചില ചിത്രങ്ങൾ, കപ്പൽ റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഭിത്തിയിൽ കാണാം. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും 2 കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടൻ ചായ കുടിക്കാനായിട്ടൊരു കെറ്റിൽ തന്നിട്ടുണ്ട്. നമുക്കന്ന് ക്രിസ്മസിൻ്റെ സമയത്ത് കിട്ടിയ ചോക്ലേറ്റ്സ് ആണ്. അപ്പം മധുരം കുറച്ച് തടി കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചതുകൊണ്ട് അത് കഴിക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഗാർബേജ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പേപ്പർ ഇവിടെ ഇടും, പ്ലാസ്റ്റിക് ഈ ഒരു ബിന്നിലിടും. നേരത്തെ ഒരു ക്യാപ്റ്റന് ക്രിക്കറ്റ് കളിയിൽ കമ്പം ഉണ്ടായിരുന്നു. പുള്ളി വെച്ച ക്രിക്കറ്റ് ബാറ്റാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. ചെറിയൊരു ഫ്രിഡ്ജ്, അത്യാവശ്യം സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നൂഡിൽസും ഗ്രീൻ ടീ കാര്യങ്ങളൊക്കെ കുടിക്കാനായിട്ട് ഈ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കബോർഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ചെറിയ ലാപ്ടോപ്പ് ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ, ബാക്കി ഓഫീസ് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇത് എല്ലാ റൂമിലുള്ള കൂട്ടൊരു ഫോൺ ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാറ്റലൈറ്റ് ഫോണാണ്. സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ പുറത്തേക്ക് വിളിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ അവധി ദിവസങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു ചെറിയ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു കലണ്ടർ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഞാൻ. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേ റൂം അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ നിന്ന് ഈ ഡോർ വഴി ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അത്യാവശ്യം വീതിയുള്ളൊരു ബെഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫോണുണ്ട്. ഇവിടുന്ന് നമുക്ക് കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ അതായത് കാണാൻ സാധിക്കും. പിന്നെ അണിഞ്ഞൊരുക്കാനായിട്ടൊരു കണ്ണാടി തന്നിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല ഇവിടെ കപ്പലിൽ. നമുക്കൊരു വാർഡ്രോബ് തന്നിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ തുണി കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചേക്കുന്നത്. ലൈഫ് ജാക്കറ്റ്, അതെല്ലാ ക്യാബിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ലൈഫ് ജാക്കറ്റ് ഉണ്ട്. പിന്നെ ഇമർഷൻ സ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ടൈറ്റാനിക്കിലെ പോലെ തണുത്ത വെള്ളത്തിലൊക്കെ നമ്മൾ അഥവാ രക്ഷപ്പെടേണ്ടി വരുമ്പം തണുത്ത് കുറച്ച് ചാകാതിരിക്കാൻ വേണ്ടി ഒരു ഇമർഷൻ സ്യൂട്ടും തന്നിട്ടുണ്ട്. അതെല്ലാ റൂമിലും ഇതൊക്കെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട്. ഒരു ആലോചന സ്ഥിരാകേന്ദ്രമുണ്ട്. പിന്നെ ഷവർ കട്ടൻ്റെ ഇപ്പുറം നമുക്കൊരു ചൂടുവെള്ളം തണുത്ത വെള്ളം കിട്ടുന്ന ഒരു ഷവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചൂടുവെള്ളം തണുത്ത വെള്ളം എല്ലാം കിട്ടുന്നതാണ്. അതും എല്ലാ റൂമിലും ഇതൊക്കെ തന്നെ സെയിം ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാപ്റ്റൻ്റെ റൂമിൻ്റെ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെയാണ് ക്യാപ്റ്റൻ്റെ വലതുവശത്ത് ക്യാപ്റ്റൻ്റെ റൂമും ഈ ഒരു ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ചീഫ് എഞ്ചിനീയറുടെ റൂമാണ്. ചീഫ് എഞ്ചിനീയറുടെ റൂം ഏകദേശം ഇതേ ഒരു സെറ്റപ്പൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഏത് കപ്പലിൽ നോക്കിയാലും ക്യാപ്റ്റൻ്റെ റൂം എപ്പോഴും കപ്പലിൻ്റെ വലതുവശത്തായിരിക്കും. അതിനുള്ള ഒരു ചെറിയ കാരണമുണ്ട്. അതെന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.